കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കമുറുകുമ്പോൾ കോൺഗ്രസ് എംഎൽഎമാരുടെ ഇടയിൽ കെ.സി. വേണുഗോപാലിന് വൻ മുൻതൂക്കമെന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ പുറത്ത്. ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ പക്കലുണ്ടായിരുന്ന പട്ടികയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ഇതുവരെ നിലനിന്നിരുന്ന അവകാശവാദങ്ങൾ പൊളിയുകയാണ്. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, സന്ദീപ് വാര്യർ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. സണ്ണി ജോസഫും സന്ദീപ് വാര്യരും നിഷ്പക്ഷത പാലിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള വിലയിരുത്തൽ. എന്നാൽ പുറത്തുവന്ന പട്ടികയിൽ ഇവർ കൃത്യമായി തന്നെ വേണുഗോപാലിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകുൾ വാസ്നിക്കിന്റെ പക്കലുണ്ടായിരുന്ന രേഖകളും ആദ്യ ഭാഗത്തെ ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എയുടെ നിലപാടാണ് ഏറെ വിചിത്രം. അദ്ദേഹം കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഒരുപോലെ പിന്തുണയ്ക്കുന്നതായാണ് പട്ടികയിലുള്ളത്. കോൺഗ്രസിന്റെ 63 എം.എൽ.എമാരിൽ 47 പേർ കെ.സി. വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. അതായത് 75% എം.എൽ.എമാരുടെ പിന്തുണ വേണുഗോപാലിനുണ്ട്. സംഘടനാപരമായ ഈ കരുത്ത് ഹൈക്കമാൻഡിന് അവഗണിക്കാൻ പ്രയാസമാകും. മറുവശത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് 8 എം.എൽ.എമാരുടെയും വി.ഡി. സതീശന് വെറും 6 പേരുടെയും പിന്തുണ മാത്രമാണ് പട്ടികയിലുള്ളത്. എം.എൽ.എമാരുടെ എണ്ണത്തിൽ വേണുഗോപാൽ ബഹുദൂരം മുന്നിലാണെന്നത് സതീശൻ ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തെരുവിൽ പ്രകടനങ്ങളും ഫ്ലക്സുകളുമായി വി.ഡി. സതീശൻ അനുകൂലികൾ കളം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എം.എൽ.എമാരുടെ പിന്തുണയില്ലാത്തത് തിരിച്ചടിയാണ്. ജനപിന്തുണയും ഘടകകക്ഷികളുടെ താൽപര്യവും ഉയർത്തിക്കാട്ടി ഈ അക്കക്കളിയെ അട്ടിമറിക്കാനാണ് സതീശൻ പക്ഷത്തിന്റെ നീക്കം. മുസ്ലിം ലീഗ് സതീശനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നത് ഈ സാഹചര്യത്തിലാണ്. എന്നാൽ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യ സ്വഭാവം പരിഗണിച്ചാൽ എം.എൽ.എമാരുടെ ഭൂരിപക്ഷത്തിനാകും മുൻഗണന നൽകുക. രമേശ് ചെന്നിത്തല ഇപ്പോഴും ഒരു സമവായ ഫോർമുലയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കെ.സിയും സതീശനും തമ്മിലുള്ള പോര് മുറുകിയാൽ ഒരു മൂന്നാം പോര് എന്ന നിലയിൽ തനിക്ക് അവസരം ലഭിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. മുതിർന്ന നേതാക്കളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ചെന്നിത്തലയോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. എന്നാൽ എം.എൽ.എമാരുടെ പട്ടിക പുറത്തായതോടെ ചെന്നിത്തലയുടെ സാധ്യതകളും മങ്ങുകയാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഇന്ന് വൈകുന്നേരത്തോടെ ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് നൽകും. എം.എൽ.എമാരുടെ എണ്ണം മാത്രം നോക്കിയല്ല, കേരളത്തിലെ വരാനിരിക്കുന്ന ഭരണത്തിന്റെ കെട്ടുറപ്പും ജനവികാരവും പരിശോധിച്ചാകും അന്തിമ തീരുമാനമെന്ന് എ.ഐ.സി.സി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനായി എ.ഐ.സി.സി നിയോഗിച്ച പ്രത്യേക സംഘം കേരളത്തിൽ നിശബ്ദമായി വിവരശേഖരണം നടത്തുന്നുണ്ട്. അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എം.എൽ.എമാരുടെ പിന്തുണ കെ.സിക്കാണെങ്കിലും സതീശന്റെ ജനകീയ പ്രതിച്ഛായയും ലീഗിന്റെ പിന്തുണയും ഹൈക്കമാൻഡിനെ കുഴപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിലപാടാകും ഇവിടെ നിർണായകമാവുക. ഞായറാഴ്ചയോടെ ഡൽഹിയിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. എം.എൽ.എമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രം പുറത്തുവിട്ടത് സതീശൻ ക്യാമ്പിനെ തളർത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നും ആരോപണമുണ്ട്. കെ.സിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം രേഖകൾ ചോർത്തിയതാണോ എന്നും സംശയമുണ്ട്. ഏതായാലും ഈ പട്ടിക പുറത്തുവന്നതോടെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണം വ്യക്തമായിരിക്കുകയാണ്. മന്ത്രിസ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ ചർച്ചകളും ഇതിനോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ഘടകകക്ഷികളുടെ അതൃപ്തി പരിഹരിക്കുക എന്ന ദൗത്യം കൂടി ഹൈക്കമാൻഡിനുണ്ട്. മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിച്ചാൽ മാത്രമേ മറ്റ് തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ. കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിലാകുമോ എന്നാണ് അണികൾ ഉറ്റുനോക്കുന്നത്. അടുത്ത 48 മണിക്കൂർ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഉദ്വേഗജനകമായ നിമിഷങ്ങളായിരിക്കും. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് മുതിർന്ന നേതാക്കൾ അവകാശപ്പെടുമ്പോഴും അണികൾ തമ്മിലുള്ള പോര് പലയിടങ്ങളിലും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എന്തുതന്നെയായാലും അത് വരും വർഷങ്ങളിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കും.